ഹലോ, എല്ലാവരും സന്തോഷമായിട്ടിരിക്കുന്നു എന്ന് വിശ്വസിക്കുന്നു. നമ്മളെല്ലാവരും സ്കൂളിൽ പോയിട്ടുള്ളവരാ അല്ലേ? നമ്മൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ, സ്കൂളിൽ പോകുമ്പോൾ ചില ടീച്ചർമാർ സ്കൂളിൽ വരുമ്പോൾ ചില ദിവസം ഭയങ്കര സന്തോഷമാണ്. ഇതൊക്കെ 90 കിഡ്സിനോട് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് പൂർണ്ണമായിട്ട് മനസ്സിലാവും. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ സമയത്ത് പലപ്പോഴും ഈ സ്കൂളിൽ അടിയൊക്കെ കിട്ടുന്നത് ഒരു 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 പുതുമയൊന്നുമല്ല. ആ സമയത്ത് അത് ഭയങ്കര ഒരു സംഭവം തന്നെയായിരുന്നു. ഞാനൊക്കെ പലപ്പോഴും സ്കൂളിൽ പോകുമ്പോൾ നല്ല അടി വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ സമയത്ത് പലപ്പോഴും ടീച്ചർമാരുടെ മൂടിനത്തോടാണ് അടി കിട്ടുന്നത്. ചില ദിവസങ്ങളിൽ വലിയ തെറ്റ് ചെയ്താലും വലിയ പ്രശ്നം ഉണ്ടാക്കിയാലും ടീച്ചർമാരൊന്നും ചെയ്യില്ല, അവർ ഭയങ്കര സന്തോഷത്തിലാണ്. ചില ദിവസം ഒന്നും ചെയ്തില്ലെങ്കിലും അവർ കാരണം കണ്ടുപിടിച്ച് നമ്മളെ പിടിച്ചടിക്കും. ഇപ്പോൾ ഇത് പറ്റത്തില്ല. ഇപ്പോൾ ഇവിടെ ചോദിക്കാനും പറയാനൊക്കെ ആളുകളുണ്ട്. ഹല്ലേലൂയ. അപ്പോൾ നമ്മളൊന്ന് ചിന്തിച്ചു നോക്കിയേ, അവരെ നിയന്ത്രിക്കുന്ന എന്താ? അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സന്തോഷമാണ്, അല്ലെങ്കിൽ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുന്ന സങ്കടമാണ്. അവരുടെ ജീവിതത്തെ നിയന്ത്രിക്കുന്നത് സങ്കടമോ സന്തോഷമോ ആണ്. അങ്ങനെ ഒരു ജീവിതമാണോ നമ്മൾ ചെയ്യേണ്ടത്? അത് ഒരു ഫെയർ ആയിട്ടുള്ള ജീവിതമാണോ അത്? അങ്ങനെ ഒരു ജീവിതമല്ല നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾക്ക് എപ്പോഴും സന്തോഷമായിട്ടിരിക്കാനാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നതെങ്കിൽ, നിങ്ങൾ ക്രിസ്തുവിലേക്ക് നിങ്ങളെ തന്നെ സമർപ്പിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു പുതിയ ജീവിതം ആ ക്രിസ്തു ഓഫർ ചെയ്യുന്നുണ്ട്. ആ ജീവിതത്തിൻ്റെ പ്രത്യേകത സാധാ ജീവിതം പോലെയല്ല. കാരണം വചനം പറയുന്നത് ഇങ്ങനെയാണ്: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയത്രേ, പഴയത് കഴിഞ്ഞുപോയി. ഒരുവൻ ക്രിസ്തുവിലായി കഴിയുമ്പോൾ അവനൊരു പുതിയ സൃഷ്ടിയായി മാറുകയാണ്. അവൻ വീണ്ടും ജനിക്കുന്നത് വചനത്തിൽ നിന്നാണ്. അതുപോലെ ദൈവം നമ്മുടെ ഉള്ളത്തിൽ വന്ന് വസിക്കുകയും ചെയ്യും. ആ ദൈവം നമ്മളെ സകല സത്യത്തിലും വഴിയും നടത്തും. അങ്ങനെ ഒരു ജീവിതം ഭയങ്കര ഡിഫറൻ്റ് ആണ്. ഇപ്പോൾ നമ്മുടെ മുമ്പിൽ ഒരു 6 അടി പൊക്കമുള്ള ഒരു വലിയ മല്ലൻ മുമ്പിൽ വരിക നമ്മൾ അടിക്കാൻ വേണ്ടി. അപ്പോൾ നമ്മുടെ കൂടെ 2 പട്ടാളക്കാർ അപ്പുറത്തും നിൽക്കുക. 2 പേരുടെയും കയ്യിൽ തോക്കുണ്ട്. പേടിക്കുമോ? നമ്മൾ പേടിക്കത്തില്ല. ഞാനൊരു കാര്യം പറയാം: ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ്റെ ഉള്ളത്തിൽ പരിശുദ്ധാത്മാവ് വന്ന് വസിക്കുക. പരിശുദ്ധാത്മാവ് എന്ന് പറയുന്നത് ദൈവമാണ്. ഈ പരിശുദ്ധാത്മാവ് സകലത്തെയും സൃഷ്ടിച്ചവനാണ്. ഈ പരിശുദ്ധാത്മാവ് നമ്മുടെ ഉള്ളത്തിൽ വന്ന് വസിക്കുമ്പോൾ നമ്മൾ ഒന്നിനെയും ഭയപ്പെടേണ്ട ആവശ്യമില്ല. ഒരു കാര്യം പറഞ്ഞാൽ നമ്മൾ നാളെ പറ്റി ആലോചിച്ച് ഭയപ്പെടേണ്ട ആവശ്യമില്ല. സന്തോഷം വന്ന ആ സന്തോഷം നമ്മളെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് പോകത്തില്ല. സങ്കടം നമ്മളെ നിയന്ത്രിക്കുന്ന തലത്തിലേക്ക് പോകത്തില്ല. നമ്മുടെ കണ്ണ് ആ ദൈവത്തിലേക്ക് വെച്ച് പോവുകയാണെങ്കിൽ ആ ദൈവം നമുക്കായിട്ട് ഒരു പുതിയ ജീവനെ തരുവാൻ വിശ്വസ്തനാണ്. അതുകൊണ്ട് എല്ലാവരും കർത്താവിലേക്ക് നിങ്ങളുടെ കണ്ണുകളെ വയ്ക്കുക. നിങ്ങളുടെ ഹൃദയം കർത്താവിലേക്ക് കൊടുക്കുക. അവൻ നിങ്ങളെ വഴി നടത്തട്ടെ. അവൻ നിങ്ങളുടെ ജീവിതത്തെ ഭയങ്കര സന്തോഷമുള്ളതാക്കി മാറ്റട്ടെ. കർത്താവ് നമ്മളെ ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ.